അപ്പൊ ഹലോ ഗൈസ്, ഹലോ ഹായ്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ അല്ല, ഉമ്മാൻ്റെ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ ഞാൻ കാലൊക്കെ പിടിക്കേണ്ടി വന്നു കേട്ടോ. സൺസ്ക്രീൻ ഇടുമ്പോൾ പോലും എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഉമ്മ. ഇതുമായി ഞാനും ഓവറാക്കി ചളാക്കാനൊന്നും പോയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഗ്രാജുവേഷന്റെ ഡ്രസ്സും ഉമ്മാക്ക് വീട്ടുകൂടലിനും പോകാനുണ്ടായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വീട്ടുകൂടലിനും കല്യാണത്തിനും ഒന്നും പോകുന്നില്ല കേട്ടോ. അതെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും സൺസ്ക്രീനും പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബ്ലഷ് ഇടാം. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് മാത്രം നിന്നേരുക എൻ്റെ മോളെ, അല്ലെങ്കിൽ ഇതിനൊന്നും നിന്നേരൂല. എൻ്റെ ഉമ്മാന്റെ കണ്ണ് ചൈനീസ് ആരുടെ കണ്ണോല കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ്, കുഞ്ഞി കണ്ണാണ്. എന്ത് സമ്മതിച്ചില്ലെങ്കിലും ഉമ്മ കണ്ണെഴുതാൻ സമ്മതിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഗെയ്സ്, അതിന് വേണ്ടിയിട്ടാണ് ഇവളെന്നെ മേക്കപ്പ് ചെയ്യുന്നത്. എന്ത് ഫംഗ്ഷൻ? വീട്ടുകൂടൽ. എൻ്റെ ഉമ്മ ഭയങ്കര സുന്ദരിയാണ്, അതുകൊണ്ട് എനിക്ക് കുശുമ്പുമാണ്, സന്തോഷമാണ്. ഇനിയിപ്പോ മസ്കാരം കൂടിയേ ഇടാനുള്ളൂ, അത് ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം. സംഭവം എൻ്റെ ഫേവറേറ്റ് മസ്കാര ആണെങ്കിലും ഉമ്മക്ക് അതങ്ങ് പിടിച്ചിട്ടില്ല. കൊല്ലത്തിൽ ഒരിക്കലും മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര അപ്ഡേറ്റിംഗ് ആണ്. പക്ഷെ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടാനൊന്നും സമ്മതിക്കില്ല. ലിപ് ലൈനർ ഇടുന്നതിന്റെ ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നോട് ചോദിക്കാൻ നീ എന്നെ ആക്കി നിഗംബരനാക്കുമെന്ന്. ഇത് ഹെയർ ഡ്രൈ ഷാമ്പു. കാണുന്നുണ്ടോ? ഇത് പെന്നക്കാട്ടി നല്ലതാണ് ഉമ്മ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാന്റെ ഫൈനൽ ലുക്ക്. സുന്ദരി ആയിട്ടില്ല. എന്നാ ശരി, ചൂസ്.